Good morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. Hope you all are doing well. 1 Corinthians chapter 14 verse 4. 1 കൊരിന്ത്യർ ലേഖനം 14 അധ്യായം അതിന്റെ 4 വാക്യം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു താൻ ആത്മീക വർധനവ് വരുത്തുന്നു. He that speaks in an unknown tongue edifieth himself. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ആരാധന, അന്യഭാഷയിൽ നിറഞ്ഞുള്ള പ്രാർത്ഥനകൾ, ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. In our life, when we are filled with the anointing and when we worship and when we fill with the anointing and speaking in tongues, it will bring a lot of changes. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, അപ്പോൾ തന്നെ തനിക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുന്നു, നമ്മുടെ ശക്തിയും വർദ്ധിക്കുന്നു. And those who are speaking in an unknown tongue speak not unto man but unto God. When he speak in an unknown tongue, he edifies himself and he increases the divine strength. Tongues remind us of the Holy Spirit in dwelling presence. അന്യഭാഷ പരിശുദ്ധാത്മാവിന്റെ നമ്മളിലുള്ള വാസത്തെ വെളിപ്പെടുത്തുന്നതാണ്. He who speaks in a tongues edifies himself. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുന്നു. Amen. Amen. Tongues are for edification. അന്യഭാഷ എന്ന് പറയുന്നത് ആത്മീക വർധനവിന് വേണ്ടിയാണ്. Amen. Speaking in tongues build up and recharge our spirit. നമ്മുടെ ആത്മമനുഷ്യനെ പണിയുന്നതും അത് വീണ്ടും റീചാർജ് ചെയ്യുന്നതുമാണ് അന്യഭാഷയിൽ സംസാരിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്നും ആത്മാവിന്റെ നദി പുറത്തേക്ക് ഒഴുകുന്നതിന്റെ സൈനാണ്. It's a sign that the spirit of God is overflowing out of our belly. This is a sign that speaking tongues. അന്യഭാഷയിൽ സംസാരിക്കുന്നതിലും അപ്പുറത്ത് വലിയ കാര്യങ്ങളുണ്ട്. And there are greater things than speaking in tongues. പക്ഷേ അന്യഭാഷയിൽ സംസാരിക്കുന്നത് നമ്മുടെ ലൈഫിലെ ഇമ്പാർട്ടേഷൻ, പാർട്ട് ഓഫ് മാനിഫെസ്റ്റേഷൻ ആണ്. But speaking in tongues is an important and impartation part of our life. Speaking in tongues is a critical key in releasing and using other gift of the spirit. ആത്മാവിന്റെ മറ്റു വരങ്ങളെ നാം ഉപയോഗിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു പ്രധാനപ്പെട്ട താക്കോലാണ് അന്യഭാഷയിൽ നാം സംസാരിക്കുക എന്നുള്ളത്. ഈ താക്കോൽ നാം ഉപയോഗിക്കണം. This key we need to use. അത് നമ്മുടെ ജീവിതത്തെ മുഴുവനും മാറ്റിമറിക്കും. And it will change our life completely. Tongues is a sign of connection to the kingdom of God. ദൈവരാജ്യവുമായിട്ട് നാം ബന്ധപ്പെട്ടിരിക്കുന്നതിന്റെ ഒരു അടയാളമാണ് അന്യഭാഷ സംസാരിക്കുന്നത്. യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരുടെ മേൽ ആത്മപകർച്ച വെളിപ്പെട്ടപ്പോൾ അവർ എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചു. The disciple of Jesus who followed him, when the power of the Holy Spirit came upon them, they all started to speak in tongues. Acts 19 പഠിക്കുമ്പോൾ അപ്പൊല്ലോസ് കൊരിന്ത്യയിൽ ഇരിക്കുമ്പോൾ, when we study Acts 19, when Apollos was there in Corinth, പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിൽ വന്നു. Paul, having passed through the upper coast, came to Ephesus. അവിടെ ചില ശിഷ്യന്മാരെ കണ്ടു. And finding certain disciples, പൗലോസ് അവരോട് വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചു. and Paul asked to them, how you received the Holy Spirit since you believed? അവരുടെ വാക്കുകൾ വളരെ രസകരമാണ്. And they answered very funnily. അവർ പറയുന്നു, ഇങ്ങനെ ആത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. And they said unto him, we have not so much as heard whether there is the Spirit. ആമേൻ. അപ്പോൾ പൗലോസ് അവരുടെ മേൽ കൈവച്ചു. And Paul laid hand upon them. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. And he prayed for them. പരിശുദ്ധാത്മാവിന്റെ നദി അന്യഭാഷയോടെ പുറത്തേക്ക് വന്നു. And the river of the Holy Spirit, just like a tongue manifested in their life. പരിശുദ്ധാത്മാവിൽ നിറയാത്ത ഒരു വ്യക്തിയാ ഈ വചനം കേൾക്കുന്നതെങ്കിൽ, and if you are a person you are not yet received the power of the Holy Spirit, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഈ ശക്തി നിങ്ങളിലേക്ക് പകരും. once you pray, God is going to send this power over you. ഇനിയും നിങ്ങൾ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചവരായിരിക്കാം. And sometimes you may be received the power of the Holy Spirit. ഈ ആത്മാവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരും പ്രാപിച്ചിട്ടില്ലാത്തവർക്കും വേണ്ടി നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ
അവർ പരിശുദ്ധാത്മാവിൽ നിറയും. Once you lay hand upon the people, those who have never yet not yet received the Holy Spirit, once you pray, they are going to receive the power. ദൈവം വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. God is going to do marvelous things. ഇന്ന് ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം നിങ്ങളിൽ സംഭവിക്കും. Today, an impartation of the Holy Spirit is going to take over your നിങ്ങൾ life. പ്രാർത്ഥിക്കുമ്പോൾ Once you pray, മറ്റുള്ളവരിൽ വിടുതലുകൾ സംഭവിക്കും. deliverance are going to take place others. അങ്ങനെയാ യേശു തന്റെ ശിഷ്യന്മാരെ അയച്ചത്. That's what how Jesus sent to his disciples. അതാണ് ആമേൻ പറഞ്ഞത്, നിങ്ങൾ പുറപ്പെട്ടു പോകുവീൻ. That's what Jesus said them to go. ആമേൻ, നിങ്ങൾ പുറപ്പെട്ടു പോകുമ്പോൾ Once you go, നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണും. you will see signs and wonders. ആമേൻ. Amen. ഈ മീറ്റിംഗ് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ After you listen this sermon, നിങ്ങളിൽ ഒരു ഇമ്പാർട്ടേഷൻ ദൈവം പകരും. God will send an impartation over you. നിങ്ങൾക്കും നിങ്ങൾ ചെല്ലുന്ന ഇടത്തും നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുന്നവരിലും വലിയ അത്ഭുതങ്ങൾ നടക്കും. Upon you and also the places where you go and the people that you are laying hand, mighty deliverance will take ഞാൻ place. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. Right now, I'm going to pray for you. യേശുവിന്റെ നാമത്തിൽ In the name of Jesus, ഒരു വലിയ വിടുതൽ ദൈവം കൽപ്പിക്കണമേ. Lord, send a mighty deliverance. ഒരു വലിയ മിറക്കിൾ സംഭവിക്കണമേ. Let a mighty miracle happen. അങ്ങയുടെ കരം നീട്ടണമേ. Lord, stretch your hand. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name. ആമേൻ. നിങ്ങളിൽ ദൈവം ഒരു മിറക്കിൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. God has already done a miracle in your life. നിങ്ങൾക്ക് ഈ ആത്മനിറവ് കിട്ടിയിട്ടില്ലെങ്കിൽ ദൈവം തരുന്നു. And up to now, you have not yet received the power of the Holy Spirit. God is giving that. ആത്മനിറവ് പ്രാപിച്ച നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ അവരും ആത്മാവിൽ നിറയപ്പെടും. Those who receive the power of the Holy Spirit, once you pray for others, they are also going to fill with the power of the Holy Spirit. ആ ഗിഫ്റ്റ് നിങ്ങളിൽ പകരട്ടെ. May God give that gift over you. God bless you. Love you.